ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഡാഡി കുറച്ച് കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റിലെ ഡിന്നറിന് നല്ല കരിമീൻ ഫ്രൈയും കറിയും ഒക്കെ വെച്ചിട്ട് ചോറൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാനായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാള, ഇത് മൂന്നും നന്നാക്കി വെക്കുമായിരുന്നു. ഹെഡ് റുട്ടീൻ ചെറിയൊരു വീഡിയോ ആ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തക്കാളിയും വേണം കേട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഇത് മൂന്നും കൂടി വഴറ്റിയിട്ടാണ് നമ്മളൊരു മസാല രൂപത്തിലാക്കുന്നത്. അപ്പോൾ ഇപ്പം നന്നാക്കിയിട്ടുണ്ട്. 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം സവാളയ്ക്ക് വില കൂടുതൽ കാരണം ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. 3 സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഇത് 4 വേണ്ടത്. എനിക്ക് ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാനത് ചോപ്പറൊക്കെ എടുത്തിട്ട് വന്ന് സെറ്റാക്കി വെച്ചു. ഇനിയും നമ്മൾ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത്. അതായത് വലിയ സവാളയൊക്കെ ആണെങ്കിൽ 4 കഷ്ണങ്ങളാക്കി ഇടുന്നതായിരിക്കും ചോപ്പ് ചെയ്യാൻ എളുപ്പം. എൻ്റെ ഇടയിൽ പിങ്ക് വാശി പിടിക്കുന്നുണ്ട്. മമ്മി എന്തൊക്കെയോ അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ വാശി മാറ്റാൻ വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ. അപ്പോൾ 2-3 പീസസ് ആക്കി ഇടുവാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഈ ചോപ്പർ എനിക്ക് നല്ല ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേഗം കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. രാവിലെ ധൃതി പിടിച്ച് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വേഗം ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കേണ്ട സമയം വെറുതെ വേസ്റ്റായി പോവും. അപ്പോൾ ആ സമയം നമുക്ക് ലാഭിക്കാൻ ഈ ചോപ്പർ നല്ല ഗുണമാണ് ചെയ്യുന്നത്. ബീട്രൂട്ട്, ക്യാബേജ്, പിന്നെ എന്താ പറയുക, ഞാൻ കായ സൈഡ് ഇതിൻ്റെ ഉള്ളിൽ ഫൈനായിട്ടൊക്കെ തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ കറക്റ്റ് ചെയ്യാം. അപ്പോൾ അത് വേഗം തന്നെ നമുക്ക് നൈസായിട്ട് കിട്ടും. കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ഫൈനായിട്ട് വരണമെന്നുള്ളത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളതിൽ ചെറുതാക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഇത്രയും മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആക്കണേ. ഇനി ഇതിനെക്കാട്ടിലും ചെറുതാവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മളത് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കതിൽ ഇനിയിപ്പോൾ തക്കാളിയും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മസാല തയ്യാറാക്കി എടുക്കണം. ഓക്കെ, നന്നാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവിടെ ചേട്ടൻ ജിലേബിയൊക്കെ ഉണ്ടോ തിരക്കി വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമോ നോക്കിയിട്ടാണ് വരണത്. അപ്പോൾ ഇനി മാരിനേഷനാണ്. നമ്മൾ ഈ മീനിൽ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ, ക്രഷ് ചെയ്തതാണ്. അതും കൂടി നമ്മളിതിലേക്ക് നന്നായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഈ എല്ലാ മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അകത്തും പുറത്തും എല്ലാ ഭാഗങ്ങളിലുമായിട്ട്. ഇതിപ്പോൾ വരഞ്ഞതായതുകൊണ്ട് പിടിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നാലാണ് ആ മസാലകളൊക്കെ അതിൽ നിന്ന് പിടിക്കുള്ളൂ. അത് കഴിഞ്ഞ് പാൻ അടുപ്പത്ത് വെക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ മീനുകളായിട്ട് അതിലേക്ക് ഇടാം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട് ഈ കരിമീൻ കിട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഈ തിളയ്ക്കണ എണ്ണയിലേ ഈ മീനുകളൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അത് കാരണം ഞാനത് തലങ്ങും വിലങ്ങും ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ വീഡിയോ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇത്രയും പോർഷൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യണ്ട, നല്ല ഫ്രൈ ചെയ്യണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് അപ്പം തന്നെ അത് ഏകദേശം ഒരു ഫ്രൈ നല്ല ഒരു ഇതായിട്ടുണ്ട്. അപ്പം ഒരുപാട് നല്ല ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ, ജസ്റ്റ് ഒരു പദത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ നമ്മൾ പൊള്ളിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഈ എണ്ണയിൽ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സവാള നമ്മൾ നന്നാക്കി ഈ സവാള ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. അതിന് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പുറത്ത് നല്ലതായിട്ട് നല്ല മുളകിട്ട കരിമീൻ കറി അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം സവാള ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇടാണ്. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് വഴന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സമയം എത്തുമ്പോഴാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടി, ഒരു പിഞ്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവയാണ് ഞാൻ അതിലേക്ക് ചേർത്തേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാനത് കാണിക്കുന്നില്ല. മുളക് പൊടി ഇട്ടത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ, കാരണം ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ബാക്കി വന്ന നാരങ്ങ നീര് മറ്റേ നമ്മൾ വെച്ചിരിക്കുന്ന മീനിൻ്റെ പുറത്തും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കാരണം ഒരു കുഴമ്പ് രൂപത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നല്ല നമുക്ക് ആ മീനിന് മൊത്തത്തിലൊന്ന് പുരട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുഴമ്പ് രൂപത്തിലാവണം. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ നമ്മുടെ കരിമീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. തിളച്ച് വറ്റുമ്പോഴാണ് നമ്മളത് എടുക്കുക. വറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇത് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള വാഴയില വാട്ടുകയാണ്. വാട്ടിയതിന് ശേഷം അതിൽ ഓരോ പീസായിട്ട് ഓരോ മീനിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. മസാലകളെല്ലാം നല്ലപോലെ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നാലാണ് നമുക്കത് തുറക്കുമ്പോൾ നല്ല മൊത്തത്തിലൊരു രസം ടേസ്റ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അല്ലാതെ കുറച്ച് മസാല മാത്രം ആക്കിയ രസം ഉണ്ടാവില്ല. മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മൾ ഇത് മാരിനേറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ മസാലകളെല്ലാം മൊത്തത്തിൽ അതിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് മടക്കിയിട്ട് നമ്മൾ കെട്ടിയിട്ടാണ് ഇത് പൊള്ളിക്കാനായിട്ട് വെക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നൂലൊന്നും ഇല്ലാത്ത കാരണം കെട്ടിയിട്ടില്ല, അല്ലാതെ നമ്മൾ മടക്കി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കൊരു പാന് മമ്മി തന്നു. പഴയൊരു പാനായതുകൊണ്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഇത് എടുത്ത് വെക്കുക. ഇങ്ങനെ ഓരോ വാഴയിലയിൽ പൊതിഞ്ഞ മീൻ കഷ്ണങ്ങൾ എടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ, ഒന്ന് ചൂടായി വരാനായിട്ട്. അപ്പോൾ എന്നിട്ട് തിരിച്ചിടണം കേട്ടോ. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ കെട്ടി വെക്കാത്ത കാരണം തിരിച്ചിടുമ്പോൾ ഒരു കറക്റ്റായിട്ട് നിൽക്കില്ല, കണ്ടോ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം അതുകൊണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇട്ടാലും മതി. ഇപ്പം ആവാത്ത കാരണം ആവുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വേഗം ഒന്ന് തുറന്ന് ഒന്ന് ഓപ്പോസിറ്റ് എടുത്ത് ഇട്ടതാണ്. പക്ഷെ ഈ ഭാഗം എടുത്തിട്ടാണ്, പക്ഷെ അതായിട്ടില്ല കേട്ടോ. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട്. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് നേരം കൂടി മറ്റേ വശം ചൂടാവാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ എന്താ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ ഉള്ളിൽ കുറച്ച് അച്ചാറും കുറച്ച് ഉപ്പേരിയും മറ്റേ മീൻകറിയില്ലേ അതും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തുറക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന കരിമീൻ പൊള്ളിച്ചതാണ് ഇതാ ഒപ്പണാവുന്നത്. ഹായ്, സൂപ്പർ, അടിപൊളി, എന്ത് രസം കാണാൻ. അതുപോലെ തന്നെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ എടുക്കണം കേട്ടോ. അതിനകത്തുനിന്ന് നടക്കുന്നുള്ള നല്ല ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ വീട്ടിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ എല്ലപ്പോഴും ഇങ്ങനെ കരിമീനൊക്കെ കൊണ്ടുവരുമ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ചോറിലേക്ക് വെക്കുക. ചോറിലേക്ക് വെച്ചിട്ട് ആ അച്ചാറും പിന്നെ ആ മെഴുക്ക് വരട്ടി ഉപ്പേരി, ഇവിടെ ഉപ്പേരി എന്ന് പറയാം, ഉപ്പേരിയും പിന്നെ ആ മീൻകറിയുടെ ചാറും എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിട്ടേ നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് തിന്നണം. എന്ത് ടേസ്റ്റാണെന്നറിയോ? എന്തായാലും വെരി ടേസ്റ്റി ആയിട്ടുണ്ട്. ഒരു ഇത്ര എരിവ് കൂടിയിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പാകമായിരുന്നു. സൂപ്പർ ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം.